ഷാഫിയെ കുരുക്കാൻ സ്ക്രീൻഷോട്ട് ഇറക്കി. കാഫർ സ്ക്രീൻഷോട്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പകച്ചു നിന്നൊരു സന്ദർഭമായിരുന്നു അത്. വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന പാലക്കാട് MLA മത്സരിക്കാനെത്തുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി വന്നത് ധാർമ്മികതയുടെയും നീതിബോധത്തിൻ്റെയും സത്യസന്ധതയുടെയും ഒക്കെ അടയാളമായി മാർക്ക് ചെയ്യപ്പെട്ട KK ശൈലജ ടീച്ചറാണ്. ഇലക്ഷൻ മുറുകിയപ്പോഴാണ് കാഫർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. വളരെ കൃത്യമായ വർഗീയ അജണ്ട. ആ വർഗീയ അജണ്ടയാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു കാർഡ് ഒരു കാലത്ത് ഉത്തരേന്ത്യയിലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടു പരിചയമുള്ള സന്ദേശവുമായി ഒരു കാർഡ്. KK ശൈലജ കാഫറാണ് എന്ന തരത്തിലുള്ളതാണ് ആ കാർഡ്. അത് UDF പാളയത്തെ വല്ലാതെ ഞെട്ടിച്ചു. മന്ത്രി തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നൊരു സ്ഥിതിവിശേഷം വന്നു. പാർട്ടിയുടെ മാധ്യമങ്ങളും അജണ്ടയുള്ളവരും ആഘോഷിച്ചു. പക്ഷേ അന്നും ഒരുപാട് മനുഷ്യർ ഉറക്കെ പറഞ്ഞു ഇത് തങ്ങളല്ലെന്ന്. എന്നിട്ടും പേരിനൊരു ലീഗുകാരനെ അറസ്റ്റ് ചെയ്ത് അവൻ്റെ മൊബൈൽ ഫോണും വാങ്ങി കൈവച്ച് അവനെ പരമാവധി ബുദ്ധിമുട്ടിച്ചു. പാറയ്ക്കൽ അബ്ദുള്ള എന്ന ഇപ്പോൾ MLA ആയിരുന്ന, അന്ന് പൊതുപ്രവർത്തകൻ മാത്രമായിരുന്ന അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യഥാർത്ഥ പ്രതിയെ കുടുക്കിയിരിക്കുന്നത്. ജിതിൻ ഭാസ്കരൻ എന്ന് പറയുന്ന വടകരയിലെ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗത്തെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണെന്നും അതിന് തെളിവുകൾ വേണ്ടത്ര അങ്ങോട്ട് ലഭിക്കുന്നില്ലെന്നും പറഞ്ഞ് മുൻ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് അവസാനിപ്പിച്ച അന്വേഷണം പുതിയ സർക്കാർ വന്നപ്പോൾ SIT ഉണ്ടാക്കി അന്വേഷിക്കുകയായിരുന്നു. ഇതൊക്കെ വളരെ വേഗത്തിൽ കൃത്യമായി ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ നമ്മുടെ പോലീസിന്. അവരാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കേവലമായ ഒരു രാഷ്ട്രീയ കാർഡിനപ്പുറത്ത് കേരളത്തെ എത്രമേൽ ധ്രുവീകരിക്കാവുന്ന വളരെ കുൽസിതമായ അജണ്ടയോടെയാണ് സൃഷ്ടിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ആർക്കും അതിൻ്റെ രാഷ്ട്രീയത്തെയോ അതിൻ്റെ താല്പര്യത്തെയോ പരസ്യമായി പിന്തുണയ്ക്കാനാവില്ല. കാരണം അങ്ങനെ ഒരു ഏർപ്പാട് കേരളത്തിലെ ഇടതു വലതു മുന്നണി രാഷ്ട്രീയത്തിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. BJP പാളയങ്ങളിൽ നിന്ന് പലതും പ്രത്യക്ഷപ്പെടുമെങ്കിലും അവരും ഇതുപോലെ മറ്റൊരാളിൻ്റേതെന്ന് ധ്വനിപ്പിക്കത്തക്ക വിധമുള്ള ഒരു കാർഡ് ഉണ്ടാക്കി പുറത്തുവിടാറില്ല. രാഷ്ട്രീയം മത്സരമാണ്. അത് നിലപാടുകളുടെ മത്സരമാണ്. അവിടെ സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ രാഷ്ട്രീയവുമൊക്കെ സ്വാധീനിക്കും. മതവും ജാതിയുമൊക്കെ നിശബ്ദമായി സ്വാധീനിച്ചെന്നും വന്നേക്കും. എന്നാൽ അതിൻ്റെ പേരിൽ ഇത്തരമൊരു ഹീനമായ പ്രവൃത്തിയെ ഒരു കാരണവശാലും ആർക്കും പിന്തുണയ്ക്കാനാവില്ല. ഇനിയുമുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ എന്നാണ് SIT പറയുന്നത്. മാതൃകാപരമായി ശിക്ഷിക്കേണ്ട, ഇനി ഒരിക്കലും ആവർത്തിച്ചുകൂടാത്ത വളരെ കുൽസിതമായ ഹീനമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഈ നടപടി. ഏതായാലും സത്യം പുറത്തു കൊണ്ടുവരട്ടെ. അത് ഇന്നത്തെ തലമുറയ്ക്ക് മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കും നാളുകളിലേക്കും കേരളത്തിന് അത് അനിവാര്യമാണ്. ആരും ഒരാൾ ഇങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടരുത്. അത് കേരളത്തിലെ മനുഷ്യരുടെ ചോര തെരുവുകളിൽ ചീന്തുന്നതിന് കാരണമായേക്കാവുന്ന ഒരു വാചകവും ദൗത്യവുമാണ്.